ബി.ജെ.പിക്ക് ഇത് രാജ്യം വ്യാപകമായി തന്നെ തെരഞ്ഞെടുപ്പ് കാലമാണ്. അവരുടെ ദേശീയ തലത്തിൽ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ മാറുന്നു. സംസ്ഥാന തലങ്ങളിലും ജില്ലാ അധ്യക്ഷന്മാരെയും മറ്റുമൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാലമാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ പകുതിയിലേറെ സംസ്ഥാനങ്ങളിൽ പൂർത്തിയാക്കി കഴിഞ്ഞതായിട്ടാണ് വിവരം. സ്വാഭാവികമായി ബി.ജെ.പി നേരത്തെ പറഞ്ഞിരുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ദേശീയ അധ്യക്ഷനടക്കം മാറ്റമുണ്ടാകുമെന്നാണ്. ഇവരുടെയൊക്കെ ടേം കഴിഞ്ഞതാണ്. ജെ.പി. നദ്ദ ഇപ്പോൾ കേന്ദ്ര മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് പകരക്കാരനായി ദേശീയ അധ്യക്ഷനെത്തും. ഇവിടെ നിന്നാണ് ഒരു സുപ്രധാന വാർത്ത എത്തുന്നത്. കേരളത്തിന് വലിയ പരിഗണന തന്നെ ഇത്തവണത്തെ ഈ പുനഃസംഘടന ഇല്ലെങ്കിൽ പുതിയ ഒരു കമ്മിറ്റിയിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ബി.ജെ.പിക്ക് ഒരു വലിയ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അതിൽ തന്നെ ഏറ്റവും പ്രധാനം പി.സി. ജോർജാണ്. പി.സി. ജോർജ് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ബി.ജെ.പിയിലേക്ക് ജോയിൻ ചെയ്ത ഒരു നേതാവാണ്. എം.എൽ.എ. ആയിട്ട് അനവധി വർഷക്കാലം പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയാണ്. പി.സി. ജോർജിനെ ബി.ജെ.പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത. നിലവിൽ 10 വൈസ് പ്രസിഡന്റുമാരാണ് ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ ഉള്ളത്. വസുന്ധര രാജെ സിന്ധ്യ, സുന്ദർ സിംഗ്, ജയന്ത് പാണ്ഡെ, സുശ്രീ സരോജ് പാണ്ഡെ, രേഖ വർമ്മ, ഡി.കെ. അരുണിമ, ചുബാസ് നാഗാലാൻഡിൽ നിന്നുള്ള പാർട്ടി അംഗമാണ്, അബ്ദുള്ള കുട്ടി, താരിഖ് മൻസൂർ. ഇത്രയും ആളുകളാണ് നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ബി.ജെ.പിയിലുള്ളത്. അതിൽ രേഖ വർമ്മ ഇപ്പോൾ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അബ്ദുള്ള കുട്ടിക്ക് നിലവിൽ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. ഈ ഒരു ഒഴിവിലേക്ക്, അതായത് ഇതിനകത്ത് ഈ പറയുന്ന താരിഖ് മൻസൂർ അടക്കമുള്ളവർ ഈ അടുത്ത കാലത്താണ് വൈസ് പ്രസിഡന്റ് പദവി ചുമതലയിൽ ഏറ്റെടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അവിടേക്കാണ് പി.സി. ജോർജിനെ ദേശീയ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഷോൺ ജോർജിന് സംസ്ഥാന തലത്തിൽ ഒരു ഉയർന്ന പദവി, ഒരുപക്ഷെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതകളിലേക്കാണ് അത് പോകുന്നത്. ഏതായാലും പി.സി. ജോർജിനെ ഈ നിലയിൽ ബി.ജെ.പി പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ നൽകുന്ന സൂചനകളും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.